രതീഷ് ഇപ്പൊ ബാംഗ്ലൂർ പോയിരിക്കും സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് ബാംഗ്ലൂരിലേക്ക് പോയിരിക്കണം. അപ്പൊ രതീഷിന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ കൊളുത്താൻ വേണ്ടി പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ. ശരിക്കും അറേബ്യൻ ഫുഡിന്റെ ഒരു ഫീൽ അല്ലേ? അറബികളുടെ നീ കഴിച്ചിട്ടില്ല അതേ പറഞ്ഞ 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 നീ കഴിച്ചിട്ടില്ല നീ കഴിച്ചിട്ടില്ല അതേ പറഞ്ഞ. നമ്മുടെ രാഷ്ട്രീയ ആദർശത്തിനും പ്രത്യയ ശാസ്ത്രത്തിനും അപ്പുറം നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ഞാനങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്. നീ എന്നെ എത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എന്നെ എത്ര വിശ്വസിക്കുന്നുണ്ടെന്നും എനിക്കിപ്പോ മനസ്സിലായി. നിനക്കൊന്നും ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ നീ ഇത്ര സെന്റ് അടിച്ചോണ്ട് കേട്ടിരുന്നോളൂ. ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. ബൈ, ഗുഡ് ബൈ. പൊന്നുമോനെ ശരിക്കും നല്ല അടിപൊളിട്ടാ. ക്ഷമയോടെ ശരിക്കും അറേബ്യൻ ഫുഡിന്റെ ഒരു ഫീൽ അല്ലേ? അറബികളുടെ നീ കഴിച്ചിട്ടില്ല അതേ പറഞ്ഞ അറബികളുടെ നീ കഴിച്ചിട്ടില്ല അതേ പറഞ്ഞ എന്താണ് അറബികളുടെ നീ കഴിച്ചിട്ടില്ല അതേ പറഞ്ഞ. ഓ അക്ബറിന് അങ്ങനെ ആരോ ചേർന്ന് വേണ്ട. എനിക്ക് തിന്നണ്ട അതിനുള്ള നീ എവിടെ നിന്നാക്കൂ? എനിക്കൊന്നും വേണ്ട. എന്നാലും നീ വന്നേ കണ്ടോ? എനിക്കിപ്പോ നടക്കാൻ വേറെ ഏതാ വഴി? എനിക്കിപ്പോ വേറെന്താ വേഷം? തോറ്റു, ഞാൻ തോറ്റു. എല്ലാരും കൂടെ സ്നേഹിച്ച് തോൽപ്പിച്ചു. അത് നിനക്ക് എന്നെ അങ്ങനെ കാണാൻ സാധിച്ചില്ല. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷ്, വളരെ മോശമായി പോയി. ആ വാശിക്ക് നാട് വിട്ടു എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ മകനെ മടങ്ങി വരും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളെല്ലാരും ഒഴിവാക്കി എനിക്ക് ദുബായിക്ക് പോരേണ്ടി വന്നു. എനിക്കിവിടെ എല്ലാം ഉണ്ട്, കൂട്ട് നിങ്ങൾ മാത്രമില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ വരും. മോഹിനിയാട്ടി ഞങ്ങളുടെ രമണ കണ്ടോ? എന്റെ പണിക്കിലെ താൻ പോയ പിന്നെ പൂരം ഒന്നൊരു പൂരമല്ല. അപ്പൊ രതീഷ കത്തിയത് എങ്ങനെ രതീഷ എങ്ങനെയുണ്ട്? നമ്മുടെ കൂടുതൽ വീഡിയോയിലും രതീഷാണ് ആദ്യം വരിക. ഞാനൊരു പൊന്തിച്ചു പോരല്ലോ, നല്ല അപ്പൻ കുക്കറാണ്. അതാണ് ഞാൻ ഇവരെങ്ങനെ ശിഷ്യനായിട്ട് കൊണ്ടിറക്കണേ. ആ നന്ദി വരുന്നുണ്ടോ? എന്നെ വല്ലാണ്ട് മിസ് ചെയ്യണ്ടേ. നമ്മുടെ ഒരു കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ബാംഗ്ലൂർ പോയിരിക്കുന്നത് നമ്മുടെ രതീഷ് ഇതാ ലഡു എന്താ രതീഷ കണ്ട അതെ അവരുടെ സർട്ടിഫിക്കറ്റ് കുറെ ആളുകൾ ചോദിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ബാംഗ്ലൂർ പോയിരിക്കണം. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുള്ളി വരുള്ളൂ. ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ബാംഗ്ലൂർ പോയിരിക്കുന്നത് നമ്മുടെ രതീഷ് ഇതാ ലഡു എന്താ രതീഷ കണ്ട അതെ അവരുടെ സർട്ടിഫിക്കറ്റ് കുറെ ആളുകൾ ചോദിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ബാംഗ്ലൂർ പോയിരിക്കണം. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുള്ളി വരുള്ളൂ. ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണപുഷ്പം. പുറത്തു പോലെ ലക്ഷ്മണ പതുക്കെ വെക്കരുത് ലക്ഷ്മണ. ലക്ഷ്മണ കഴിച്ചിട്ടേ ടേസ്റ്റ് പറയും.